ഗൈസ് നമ്മ എന്റെ കൂട്ടല് പെണ്ണാരൊക്കെ പപ്പ വീണ ഗൈസ് പപ്പ വീണ് പപ്പ എന്തുവാ. സോ നല്ല കാറ്റുണ്ട് ഇവിടെ, നല്ല ക്ലൈമറ്റ് ആണ്, ഒരു രക്ഷയില്ല. ഭയങ്കര പോസ്റ്റ് അല്ലായിരുന്നോ? The sunlight dances where fish might stay. The rod is steady, the Hey guys, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി, നമ്മൾ ഇന്ന് വേറൊരു സ്പോട്ടിൽ വന്നിട്ട് നമ്മളിപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. അതായത് നമ്മൾ പള്ളത്തുരുത്തി തന്നെയുള്ള സ്പോട്ടിൽ തന്നെയാണ്. അപ്പം ഏകദേശം അവിടെ നിന്ന് ഉള്ളിലോട്ട് ഏകദേശം ഒരു 2 കിലോമീറ്റർ അകത്തോട്ട് വരാൻ നേരത്താണ് നമ്മളിവിടെ ചൂണ്ടിടാൻ വന്നേക്കുന്നത്. 2-3 സ്പോട്ടുണ്ട്. ഏകദേശം ഒരു കരിമീൻ സ്പോട്ടുണ്ട്, ചെമ്പല്ലി അടിക്കുന്ന ഒരു സ്പോട്ടുണ്ട്, പിന്നെ തൂളി അടിക്കുന്ന സ്പോട്ട്. അപ്പോൾ നമ്മൾ കരിമീനിൻ്റെ ഫുഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ നമ്മൾ ചെമ്പല്ലി അടിക്കുന്ന സ്പോട്ടിലോട്ട് വന്നേക്കുവാണ്. അവിടുന്ന് നമുക്ക് അടുത്ത് തന്നെ അതായത് വേരേനെ പിടിക്കാനുള്ള സ്പോട്ടും കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വേരേനെയും കൂടെ പിടിച്ചിട്ട് നമുക്ക് ചെമ്പല്ലിയായിട്ട് പിടിക്കാം. അങ്ങനല്ലേ? അത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ചെമ്പല്ലി നമുക്ക് ഇന്ന് കാസ്റ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ബൈ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം എന്തുവാ ഫുഡ് എന്താ നമ്മൾ കൊടുക്കാൻ പോകണോ? മൈദയാണോ? അന്നദാനം മൈദ. അപ്പോൾ അന്നദാനം മൈദയാണ് ഗൈസ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ കാസ്റ്റ് ചെയ്യാൻ പോകുന്ന സ്പോട്ട്. അല്ല ഹരി ബ്രോ, പ്രൊഫഷണലായിട്ട് നമുക്ക് ഇവിടെ ചൂണ്ടിയിടുന്ന ഒരാളേ ഉള്ളൂ. ഇതിനകത്ത് ഇടുന്ന ഫുഡ് എന്ന് പറയുന്ന മൈദയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വേറെ ഫുഡൊന്നും ഇട്ടിട്ട് നമുക്ക് വേറെ മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ മൈദയും മഞ്ഞപ്പൊടി മാത്രം എടുത്തിട്ടാണ് നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യാൻ വന്നേക്കുന്നത്. ഇവിടെ ഇട്ടാൽ ഏകദേശം ഒരു കരിമീനെങ്കിലും കിട്ടും എന്നാണ് പപ്പൻ പറയുന്നത്. നമ്മളിപ്പോൾ ഇട്ടിട്ടുണ്ട്, പക്ഷേ അവിടെ ചൂണ്ട താഴ്ന്നു പോകുന്നില്ലല്ലോ. പയ്യെ താഴുന്നുണ്ട് കേട്ടോ, ചൂണ്ട പയ്യെ താഴുന്നുണ്ട്. കൊത്ത് കിട്ടുന്നില്ല. ഓക്കെ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഒരു മിനിറ്റെങ്കിലും ലേറ്റ് ആവും കേട്ടോ. ഇവിടെ കാറ്റടിക്കുന്നതാണത്. ഇവിടെ കൊത്തുന്നുണ്ട് കേട്ടാ പപ്പ. ഗൈസ് പപ്പന് കൊത്തുന്നുണ്ട്. കോപ്പി കിട്ടി. പോടാ, എടുത്തോളൂ വേടാ, ഫുഡ് എടുത്തോളൂ. ഇന്ന് മീൻ കൊത്തുന്നില്ല കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വേറൊരു സ്പോട്ടുണ്ട്. നമുക്ക് ആ സ്പോട്ടിൽ പോയിട്ട് നമുക്ക് ചെമ്പലിനെ കാസ്റ്റ് ചെയ്യാം. ഇവിടെ കരിമീൻ കാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് വന്നതാണ്, പക്ഷെ കരിമീൻ കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് ചെമ്പല്ലി കുളം കിട്ടുള്ളൂ. തക്കുളു പപ്പ. ഗൈസ് ഇവിടെ ഫുള്ള് കീരിക്കുഞ്ഞ കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? സോറി, തെറ്റിപ്പോയി. കൂരിക്കുഞ്ഞുകളാണ് എൻ്റെ മോനെ, ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് ചെമ്പലിനെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരുപാട് നമുക്ക് കൂരിയുണ്ട്, പിന്നെ ചെമ്പല്ലി ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് പോസ്റ്റുള്ളതെന്ന് വെച്ചാൽ നമ്മൾ മൈദ ഇട്ടാൽ ചെമ്പല്ലി കിട്ടാൻ ചാൻസ് കുറവാണ്. നമുക്ക് വിര തന്നെ ഇട്ടാലേ കിട്ടത്തുള്ളല്ലേ പപ്പ വിര ഇടും പപ്പ. അപ്പം പ്രൊഫഷണലായിട്ട് ഇടുന്നുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്, കുഴപ്പമില്ല. ഓക്കെ, വിരേനെ ഇടാം. വിരേനെ ഇട്ടിട്ട് പിടിക്കാം. ടൈങ്കീസിന് നീളം കുറയ്ക്കണം. ഇതെന്താ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ടൈങ്കീസിന് ലെങ്ത്ത് കുറയ്ക്കണം കേട്ടോ. ലെങ്ത്ത് കുറച്ചിട്ട് നമുക്ക് മീൻ പിടിക്കാം. ഇതെന്താ കരിമീന് കിട്ടത്തുള്ളൂ. നമുക്ക് അമ്മ അടുത്ത് പെരേ ചോദിക്കാം. നീ പിടിച്ച് ഞാൻ പേരെ കുഴിക്കാൻ. എടാ പോഞ്ചോ, വിര കിട്ടി. അപ്പോൾ നമുക്ക് പുതിയ സാധനം കിട്ടുള്ള വിര നമുക്കിനി വിരേനെ ഇതിനകത്തോട്ട് ഹാങ് ചെയ്തിടാം. ഇനി വിര പോയാ നല്ല മുഴുത്തവരാണ് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ തോണ്ടിയെടുത്തുനിന്ന് വരാൻ പോയാ. അല്ല, അത് വരരുത്. ബാക്കി നമുക്ക് ഇവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരെണ്ണം പിടിച്ചിട്ട് വേറെ കിട്ടിയിട്ടുണ്ട്.
ഒരുപാടുണ്ടല്ലോ. Where the river whispers and the stillness comes, a melody of nature, a song untold. കിട്ടുവായിക്കല്ലോ. Moments like these are worth their കിട്ടൂടാ. weight in. എടാ നീ ഇങ്ങനെ അല്ലടാ പിടിച്ച് ചെളിയാടാ വരുന്ന. ഇവനെ പിടിക്കാൻ അറിയത്തില്ല നീക്ക്. The reels spin slow as the water flows. The rhythm of നമുക്ക് കിട്ടുന്നത് ഫുള്ള് പായനാണല്ലോ, ചെളിയും പതിനും. മീൻ പിടിക്കാൻ അറിയത്തില്ല. നിനക്ക് മീൻ പിടിക്കാൻ അറിയത്തില്ല. പോണം. നീ ഇതുവരെ എന്തെങ്കിലും മീൻ പിടിച്ചിട്ടുണ്ടാകും? ഇപ്പൊ മീൻ പിടിച്ചിട്ട് പോയില്ല ഗൈസ്. ഇപ്പം വെറും ഉടായിപ്പാ. ഞാൻ ഷർട്ടൂരിട്ട് നമുക്ക് അവിടെ നിന്ന് ഇതാക്കാം, ഭാര്യ എടുക്കാം. അപ്പുറത്തോട്ട് ഇറങ്ങും. നീ അപ്പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിടിക്കും. നല്ല വിശപ്പൂട്ടത്തില് അവന്മാർക്കൊക്കെ മീൻ കിട്ടുന്നുണ്ട്. നമ്മൾ പിന്നെ ഇപ്പോൾ വന്നേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് കിട്ടത്തുള്ളൂ. ഇവിടെ നല്ല വെയിലാട്ടാ. ഇപ്പൊ ഫൈനലി നമ്മുടെ ബപ്പന്റെ പരിശ്രമം മൂലം നമുക്കൊരു ഇതെന്ത് മീനത്? ബപ്പ ഇതിന്റെ മീനിന്റെ പേരെന്തുവാ? അവിടെ ഈ മീനിന്റെ പേരെന്തുവാടാ? ചെമ്പല്ലി. അപ്പൊ നമുക്ക് ചെമ്പലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചെമ്പലിനെ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന് കവറിലോട്ട് മാറ്റണേ. കവറെടുക്കാം. ഫൈനലിൽ ഒരു ചെമ്പലിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് കവറിലോട്ട് എടുക്കാം. കവർ കിട്ടിയിട്ടുണ്ട്. അതെ, കവറിൽ വെള്ളം കിട്ടണോ? വെള്ളം കൂട്ടി ചാകത്തില്ല. ചെമ്പല്ലി ചാകത്തില്ലേ? അപ്പൊ നമുക്ക് ചെമ്പലിനെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ഇവിടെ വെക്കാം. അപ്പൊ നമുക്ക് അടുത്ത മീനെയും കൂടെ കസ്റ്റം കിട്ടാം. നമ്മൾ നേരത്തെ ഒരു വിരനെ പിടിച്ചപ്പോൾ വിരനെ വെച്ചിട്ടാണ് നമുക്ക് ഇപ്പോഴും മീൻ കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ഒന്നും കൂടെ വിരനെ ഇട്ടിട്ട് കാസ്റ്റ് ചെയ്യാൻ കേട്ടാ. അപ്പം പോയിട്ടുണ്ട് പിന്നെ അമ്മമാരുടെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാം. കുറച്ച് വെയിറ്റ് ചെയ്താലേ കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, വെയിറ്റിങ്ങിലാണ്. ഇത്രയും മീൻ പിടിക്കാൻ വേണ്ടി ഇത്രയും ഭാവവ്യത്യാസങ്ങളൊക്കെ വേണം കേട്ടോ. ഓക്കെ, കൂൾ. ഓക്കെ, നട്ടുച്ചയ്ക്ക് മീൻ പിടിക്കുന്നൊരു വൈബ് തന്നെ കേട്ടോ ഗൈസ്. പാടത്തിൻ്റെ നടുക്ക്. ഓക്കെ, കൂൾ, നൈസ് കൂടെ കേട്ടോ. ഇത് എത്ര ഏക്കറാണോ പപ്പ? ഇത് 10-12 ഏക്കറുണ്ടോ? വേരൻ ഒപ്പിക്കാല്ലേ? ഇത് എടുത്തോടെ നമുക്ക് വേരൻ തൂക്കാം. കൊത്തില്ലായിരുന്നോ? ഇല്ലായിരുന്നോ? കൊത്തില്ലായിരുന്നു തോന്നുന്നു. നമുക്ക് ഇവനിവിടെ നിൽക്കട്ടെ. നമുക്ക് പോയിട്ട് വിരനെ പിടിക്കാം. ഇവിടെ കുഴിച്ചപ്പോൾ ഒന്നും കൂടെ വിര കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി മാറ്റി കുഴിച്ച് നോക്കാം. കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരുപാട്. അതെ അതെ, പപ്പന്റെ ടോക്ക്. നല്ല കാറ്റുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല കാറ്റുണ്ട്. ഒരേ പക്ഷെ ഭയങ്കര വിശപ്പുണ്ട്. പിന്നെ ഒരു വലിയ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. വലിയ വില കേട്ടാ. കൊള്ളാം. ഇവനെ കിട്ടൊരു വലിയ എന്തെങ്കിലും മീനെ കിട്ടുമായിരിക്കും. ഫൈനലി ഗൈസ്, അപ്പോൾ നമുക്കിപ്പോൾ ഒരു 5-6 പേരെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ പേരെ പപ്പാതി ആക്കിയിട്ട് നമുക്ക് ചൂണ്ടയിൽ കൊളുത്തണം. എന്നിട്ട് കൊളുത്തിയിട്ട് നമുക്ക് മീൻ പിടിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പം പിടിക്കുന്ന മീൻ സ്പോട്ടിൽ നിന്ന് ഇപ്പം അത്യാവശ്യം ചെമ്പലിൽ നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പം ഒന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്യാം ഗൈസ്. ലെറ്റ്സ് ഗോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പപ്പൻ എന്നെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. കാരണം ഞാൻ അങ്ങോട്ടുള്ള ഈ കൊത്തത്തിലുള്ള ആൾ പപ്പൻ്റെ റിപ്പോർട്ട്. സോ എന്നെ അങ്ങോട്ട് ഞാൻ വിളിക്കുന്നില്ല ഗൈസ്. ആളാ ഫുഡ് തീരുന്നുണ്ടാ അവന്. പപ്പൻ കേട്ടോ, അവന് നല്ലപോലെ കൊളുത്തില്ല, നല്ലപോലെ അടി കിട്ടുന്നുണ്ട്. സോ ഞാൻ വന്ന് അവന് മീൻ കിട്ടത്തില്ലെന്ന് അവന് പേടി. സോ എന്നെ അവൻ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. എന്നാലും നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ. ഈ ബപ്പൻ്റെ ഫുഡൊക്കെ മീൻ കൊടുത്തി തീർത്തു കേട്ടോ. സോ വരനെ പിടിച്ചിട്ടുണ്ട്. നീ എന്തുവാ വരയല്ലേ അതിരിക്കുന്ന? എന്ത് പോകുന്നു? അപ്പൊ നിനക്ക് പേടിയാണെങ്കിൽ അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇത് പെള്ളാലോചിക്കുന്ന കാഴ്ച ഇവിടെ. എല്ലാ കൂട്ടുകാരുടെ പെള്ളാലോചിക്കുന്നത് എന്താണ്? കൂട്ടുകാരുടെ പെള്ളാലോചിക്കും. ഇവര് പ്രായവൃത്തിയാണ് നിനക്ക്. ഗൈസ് അപ്പൊ ഇപ്പൊ കൊളുത്ത് കിട്ടുന്നുണ്ട്, കൊത്തു കിട്ടുന്നുണ്ട്. അപ്പൊ ചിടിക്ക് നോക്കി വലിച്ചു നോക്കിയേ. ഫൈനലി ഗൈസ്, യെസ്, ബപ്പന് പിന്നെ ഒരു ഇതെന്ത് പിന്നെ ഇത് പിന്നെയും ചെമ്പല് തന്നെ കേട്ടോ. അടിപൊളിയായിട്ട് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ വേറെ ഇടുമ്പോൾ നല്ലപോലെ നമുക്ക് ചെമ്പല് കിട്ടുന്നുണ്ട് കേട്ടോ.
സോ ഇപ്പോൾ 3-4 ചെമ്പല്ലി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 100 ഗ്രാം വീതമുള്ള ചെമ്പല്ലിയുടെ പീസായിട്ട് നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കവർ എടുത്തിട്ട് അതിനകത്തോട്ട് ചെമ്പല്ലിനെ ഇടാം. പായോ ഇതെടുക്കാൻ ഭയങ്കര പാടാട്ടോ. അവസാനം കൊളുത്ത് കിട്ടി. ഇട്ടോ തുറക്കുന്നു പിടിയടാ. തുറന്നു പിടിക്കൂല, നീ ഇട്ടോ. അരിക്ക് വറക്കാൻ ഹരിപ്പുറയ്ക്ക് വറക്കാനുള്ളതല്ല നീ ഇന്ന് വരക്കാനുള്ള മീനായിട്ടുണ്ട് ചെമ്പല്ലി വറുത്തത്. ഇവിടെ വരാലും മതിയെന്നാ വീട്ടിൽ നിന്ന് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല, ഇവിടെ വരാതി കിട്ടൂല. നമുക്ക് ചെമ്പല്ലി മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. പമ്പല് പിന്നെ നമുക്ക് പിന്നെ ചെമ്പലിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 4ാമത്തെ ഇത് ചെറിയൊരു ചെമ്പല്ലി കേട്ടോ. ഇത് ചെറുതല്ലോ അപ്പൊ ഇത് ആണോ? ഇതും ചെറിയ ചെമ്പല്ലി കേട്ടോ. ഹരിയുടെ വീട്ടിലെ വറക്കണം. ഭാര്യയല്ലേ എടുക്കണം. ഇത് ചെറിയൊരു ചെമ്പല്ലി കേട്ടോ. കിറ്റ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. കിറ്റ് അവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം ഹരിയുടെ വീട്ടിലെ ഫ്രൈ ചെയ്യുന്നു. ഓക്കെ ഇപ്പൊ കുറച്ചായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വറക്കാനുള്ള സൈസ് ആയിട്ടുണ്ട്. വെള്ളം മാത്രമേ ഉള്ളല്ലോ. നല്ല അടിപൊളി മഴയായിട്ട് ഇപ്പൊ വരാൻ പോന്നെ. സോ നമുക്ക് വെള്ളം മാത്രം. നല്ല കാറ്റുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഒരു രക്ഷയില്ല. ഇവിടെ ഇപ്പൊ നല്ല മഴ വരാൻ പോവാണെന്നാണ് എനിക്ക് തോന്നുന്ന. മഴക്കാറുണ്ട്, അത് കാറ്റടിച്ചിട്ട് പോയതാണോ കൊച്ചുപിള്ളേ ഗൈസ്? നല്ല മഴക്കാർ വരുന്നുണ്ട്. ഇപ്പൊ കാറ്റടിച്ചിട്ട് മഴക്കാർ കുറച്ച് നീങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപ്പം പിന്നെ കാസ്റ്റിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവന്റെ പുറയിലോട്ട് പോവാം. അവന്റെ പുറയിൽ ഇതിന്റെ പോന്ന ഫ്രണ്ടിൽ പോവാം. പപ്പ നീ ഇതെന്ത് വെച്ചിട്ട് ഈ ചൂണ്ടിങ്ങനെ ഇരിക്കുന്ന മേളിലിട്ടിരിക്കുന്ന അതെന്ത് പറ്റി? പപ്പ കൂൾ ഡൗൺ മാൻ. കൊത്തു കിട്ടുന്നുണ്ടെന്ന് തോന്നല്ലോ. കാറ്റിരിക്കുന്നല്ല. ഇവിടെ നിറച്ച് കൂരിക്കുഞ്ഞുങ്ങളാട്ടോ. പിന്നെ ചെറിയ പൊടിമീനുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? ചെറിയ കരിമീനൊക്കെ ഉണ്ട്. ചെമ്പല്ലി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, ചാടുന്നുണ്ട്. ഈ ചിനിക്ക് അങ്ങനെ ചിനിക്കാൻ പറ്റത്തില്ല. അപ്പ നീ വരെ പിടിച്ചല്ലേ, ഞാൻ വെച്ചില്ല അവിടെ. സോ പപ്പ വീണ ഗൈസ്, പപ്പ വീണ്. പപ്പ നീ എന്ത് കളിക്കുവാടാ? ഓ ഷിറ്റ് ഗൈസ്, ചൂണ്ട മരത്തി കുളികൊണ്ട് പുള്ളതാ വര ഉൾപ്പെടെ പറിച്ചെടുത്ത്. അപ്പോൾ ഫൈനലി നമ്മളിപ്പോൾ മീൻ പിടിച്ച് കഴിഞ്ഞ് ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓൾമോസ്റ്റ് കുറച്ച് അത്യാവശ്യം മീനെ കിട്ടിയിട്ടുണ്ട്. ചെമ്പല്ലിയാണ് കൂടുതലും കിട്ടിയിരിക്കുന്നത്. അത് വരെ ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് ചെമ്പല്ലിയായിട്ട് കിട്ടിയത്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ ഗൈസ്. നല്ല മഴ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ തൊട്ട് അവസാനിപ്പിച്ചേക്കാം. ലെറ്റ്സ് ഗോ ആൻഡ് ലെറ്റ്സ് സബ്സ്ക്രൈബ് ഗൈസ്.